സോ നമുക്കിനി ഡിഫറൻസിയേഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ആദ്യം നമുക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ 3 മാർക്സിന് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും 22ലും 2021ലും ഒരു ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനുള്ളതാണ്. സോ പിന്നെ 7 മാർക്സിലും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെയിം വേ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാണാനുണ്ട്. സോ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറൻഷിയേറ്റ് y is equal to e raised to x with respect to x. So y is equal to e raised to x sec x. y is equal to e raised to x sec x നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം? y is equal to e raised to x sec x. ഇനി e raised to x sec x എന്ന് പറഞ്ഞാൽ എന്താ? e raised to x into sec x. അവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു derivative of first. e raised to x into derivative of sec x plus sec x into derivative of e raised to x. That is e raised to x into derivative of sec x എന്ത് വരും? sec x tan x plus sec x into e raised to x ൻ്റെ ഡെറിവേറ്റീവ് e raised to x. സോ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. സോ സിമ്പിൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന സെക്ഷനാണിത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അത് 2021 ചോദിച്ചാണ്. 2022 എങ്ങനെ ചോദിച്ചു? ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇ റൈസ് ടു എക്സ്. സോ എഗെയിൻ ഇവിടെ റൂട്ട് എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. y is equal to റൂട്ട് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. എഗെയിൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. സോ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ഞാനത് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/2 റൂട്ട് എക്സ്. സോ പ്രോഡക്റ്റ് റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് dy/dx ഇഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഏത് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്? ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ 2022ലും ചോദിച്ചിട്ടുണ്ട്. സോ 2021 ചോദിച്ചത് എങ്ങനെ ചെയ്യാൻ നോക്കുക. സോ എങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലെ ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സോ എക്സും വൈയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ തരും. സോ ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. ദെൻ രണ്ട് സൈഡിലും LHSലും RHSലും ഡെറിവേറ്റീവ് കാണും. സോ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², വൈ ക്യൂബിൻ്റെ എന്ത് വരും? 3y² dy/dx ഈക്വൽ ടു എ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0. സോ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, വൈൻ്റെ കൂടെ എപ്പോഴും dy/dx എന്ന് പറഞ്ഞൊരു ടേമും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3x² ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ ഈ ഒരു സൈഡിൽ പിന്നെ നമ്മൾ dy/dx ഉള്ള ടേംസ് മാത്രമേ വയ്ക്കുള്ളൂ. ബാക്കിയുള്ള ടേംസിനെ RHSലോട്ട് കൊണ്ടുപോകും. സോ LHSൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? 3y² dy/dx. dy/dx ഉള്ള ടേംസ് മാത്രം LHSൽ വയ്ക്കുക. മറ്റേ ടേം എങ്ങോട്ട് പോകും? RHSലോട്ട്. RHSൽ -3x², രണ്ട് സൈഡിൽ നിന്ന് 3 ക്യാൻസൽ ചെയ്ത് കളയാം. സോ ആൻസർ എന്ത് വരും? ഇൻറ്റു y² അങ്ങോട്ട് പോയാൽ /y². സോ dy/dx ഈക്വൽ ടു -x² /y². ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 2022 ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. ഫൈൻഡ് dy/dx ഇഫ് xy ഈക്വൽ ടു c വേർ c ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ c² a ക്യൂബ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. സോ xy ഈക്വൽ ടു c എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ xyൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? x dy/dx പ്ലസ് y. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. ഈക്വൽ ടു cൻ്റെ ഡെറിവേറ്റീവ് 0. സോ പ്ലസ് y അങ്ങോട്ട് പോകുന്നു, ഇൻറ്റു എക്സ് താഴോട്ട് പോകുന്നു. സോ dy/dx ഈക്വൽ ടു -y/x. ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈ സെക്ഷനിൽ, അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലെ എല്ലാ ക്വസ്റ്റ്യനും നോക്കി വെക്കണം എല്ലാ വർഷവും. അതായത് ഇപ്പോൾ എക്സാം നടന്ന 2021 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2022 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 2023 ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, essay പാർട്ടിലോ അല്ലെങ്കിൽ 3 മാർക്സിനോ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇഫ് x ഈക്വൽ ടു a cos t ആൻഡ് y ഈക്വൽ ടു b sin t, ഫൈൻഡ് dy/dx.
2021 ചോദിച്ചതാണ്. സോ ഇവിടെ എക്സ് ഈക്വൽ ടു ടീൻ്റെ ടേമിലൊരു ഇക്വേഷനും വൈ ഈക്വൽ ടു ടീൻ്റെ ടേമിലൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം. ദെൻ ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ ഡി വൈ ബൈ ഡി ടി എങ്ങനെ വരും? ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വൈ. വൈൻ്റെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? ബി സൈൻ ടി. സോ ഡി ബൈ ഡി ടി ഓഫ് ബി സൈൻ ടി, ദാറ്റ് ഈസ് ബി കോൺസ്റ്റൻറ്റ്. സോ ബി ഇൻറ്റു സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി. സോ ഡി വൈ ബൈ ഡി ടി ഈസ് ബി കോസ് ടി. ഇനി ഡി എക്സ് ബൈ ഡി ടി പറയുമ്പോഴോ ഡി ബൈ ഡി ടി ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? എ കോസ് ടി. സോ എ ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ടി, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ എ ഇൻറ്റു കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. സോ മൈനസ് എ സൈൻ ടി എന്നുള്ളത് ഡി എക്സ് ബൈ ഡി ടി കിട്ടി. ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കിട്ടിയാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി, ദാറ്റ് ഈസ് ബി കോസ് ടി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു മൈനസ് സൈൻ ടി. ഓക്കെ, ഇവിടെ ഡി വൈ ബൈ ഡി ടി ബി കോസ് ടി കിട്ടിയിട്ടുണ്ട്. ഡി എക്സ് ബൈ ഡി ടി എ ഇൻറ്റു മൈനസ് സൈൻ ടി കിട്ടിയിട്ടുണ്ട്. സോ ആൻസർ എന്ത് വരും? സോ ഇവിടെ ഒരു ബി ബൈ എ ഉണ്ട്. സോ അതിനെ ബി ബൈ എ എന്ന് എഴുതി. ഒരു ഡിനോമിനേറ്ററിലെ മൈനസിനെ ഞാൻ മുകളിലോട്ട് ഇട്ടു. സോ മൈനസ് ബി ബൈ എ പിന്നെ കോസ് ടി ബൈ സൈൻ ടി എന്തായിട്ട് മാറും? കോട്ട് ടി. സോ ആൻസർ ഈസ് മൈനസ് ബി ബൈ എ കോട്ട് ടി. ഓക്കെ, ആൻഡ് ഇത് 2021 ചോദിച്ചതാണ്. 2022 എന്ത് ചോദിച്ചു? ഇഫ് എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ ആൻഡ് വൈ ഈക്വൽ ടു 2at ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. സെയിം പ്രൊസീജിയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. സെയിം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 1/t കിട്ടും. നോട്ട്ബുക്കിൽ നോക്കുക. ഈ സെക്ഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് y is equal to e raised to x plus e raised to minus x, then prove that d square y by dx square is equal to y. ഓക്കെ, സോ ഇത് ഏത് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്? സക്സസീവ് ഡിഫറൻസിയേഷൻ. ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ വന്നുകൊണ്ട്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് വൈ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ വൈ എടുത്ത് എഴുതാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ സിക്വൽ ടു വൈ എന്നാണ് കാണുക. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ കാണും. സോ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് കണ്ടുവയ്ക്കണം? ഡി വൈ ബൈ ഡി എച്ച്. സോ ഡി വൈ ബൈ ഡി എച്ച് എന്ത് വരും? ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെത് എന്ത് വരും? ഇ റൈസ് ടു എക്സ്. ഇനി ഇ റൈസ് ടു മൈനസ് എക്സ് ആണെങ്കിലോ? എക്സിന് പകരം മൈനസ് എക്സ് വരുമ്പോൾ ആൻസർ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്. സോ ഇവിടെ ഡെറിവേറ്റീവ് കണ്ടു നോക്കുക. ഇ റൈസ് ടു എക്സിൻ്റെത് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെത് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സിൻ്റെത് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും? മൈനസ് 1. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടിയത് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി ഡി വൈ ബൈ ഡി എക്സ് കണ്ടാൽ അടുത്തത് എന്ത് വേണം? ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ. ഈ കിട്ടിയ ഡി വൈ ബൈ ഡി എക്സിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം. സോ എന്ത് കിട്ടും? ഓക്കെ, സോ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ട്, ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്. നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ ചെയ്യുന്നു. സോ ഇ റൈസ് ടു എക്സ് ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് തന്നെ കിട്ടി. അതെന്തായിരുന്നു? നമ്മുടെ വൈ തന്നെയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് 2021 ചോദിച്ചതായിരുന്നു. ഇനി 2022 എഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇഫ് വൈ ഫൈൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് സൈൻ എക്സ്. വൈ ഈക്വൽ ടു എന്താ വന്നത്? എക്സ് സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കാണാൻ പറഞ്ഞത്. സോ ആദ്യം എന്ത് കാണാം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു സൈൻ എക്സ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ദെൻ ആ കിട്ടിയ ആൻസറിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നമ്മൾ നോട്ടിൽ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസിയേഷന് 7 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം.
ഓക്കെ, 7 മാർക്സിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് റൂളെന്നും ഒരു ക്വസ്റ്റ്യൻ കോഷ്യൻ റൂളെന്നും കാണുന്നുണ്ട്. സോ ഇവിടെ 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? y is equal to x square log x, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് ആണ്. സോ അവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ y is equal to cos x by x plus sin x. അവിടെ ഏത് റൂളായിരിക്കും? കോഷ്യൻ റൂള്. സോ ഒന്ന് പ്രോഡക്റ്റ് റൂള്, ഒന്ന് കോഷ്യൻ റൂള്. 7 മാർക്കിനാണ്. സ്പ്ലിറ്റപ്പ് ശ്രദ്ധിക്കുക, 4+3. ഫസ്റ്റ് ക്വസ്റ്റ്യന് 4 മാർക്സ് ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യന് 3 മാർക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്തായിരുന്നു? 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2x. എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ നിന്നൊരു എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നിന്നൊരു എക്സും ഇവിടെ നിന്നൊരു എക്സും ക്യാൻസൽ ചെയ്താൽ എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2x എങ്ങനെ എഴുതാം? 2x ലോഗ് എക്സ്. സോ എക്സ് പ്ലസ് 2x ലോഗ് എക്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ y is equal to cos x by x plus sin x. അവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഡിനോമിനേറ്ററിൽ 2 ടേം ഉണ്ട്, എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. സോ അങ്ങനെ 2 ടേംസ് പ്ലസ്സോ മൈനസോ ഇട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ടേംസിന് ബ്രാക്കറ്റിലിട്ട് തന്നെ ചെയ്യണം. സോ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് സൈൻ എക്സ്. സോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. എഗെയിൻ നമുക്ക് ഈ ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലിഫൈഡ് ഫോമിലോട്ട് എത്തിക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സിംപ്ലിഫൈ ചെയ്യേണ്ട, ഇത്രയും എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. സോ പ്രോഡക്റ്റ് റൂളിൽ നിന്നും കോഷ്യൻ റൂളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാ അടുത്ത വർഷം 2022 എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഫൈൻ ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ് ഫങ്ഷൻസ്. ഓക്കെ, ഡെറിവേറ്റീവ് കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ലോഗ് എക്സ് ബൈ എക്സ്. സെക്കൻഡ് വൺ എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് റൂൾ. ഇവിടെ ഓർത്ത് വയ്ക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ് ആൻഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ ഇങ്ങനെ റിസൾട്ടും പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും അറിയെങ്കിൽ നമുക്ക് എക്സാമിന് 7 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. നമുക്കൊരു പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു റൂൾ അപ്ലൈ ചെയ്ത് വെക്കാം. ഏതെങ്കിലും 1-2 റിസൾട്ടെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ നിന്ന് 7 മാർക്സ് തന്നെ മേടിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് 7 കിട്ടിയില്ലെങ്കിൽ ഒരു 5 മാർക്സിൻ്റെ അടുത്തെങ്കിലും എന്തായാലും വാങ്ങിച്ചിട്ട് വയ്ക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സീക്കറ്റ്സ് ആൻഡ് കൊസീക്കറ്റ്സ് യൂസിങ് കോഷ്യൻ റൂൾ. 4+3 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ ഇതൊരു കമ്പൾസറി ക്വസ്റ്റ്യനാണ്. ഞാൻ നിങ്ങളടുത്ത് ക്ലാസ്സിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ടോപ്പിക്കായിട്ട് എഴുതിയിരുന്നു, ഡെറിവേറ്റീവ്സ് ഓഫ് കൊസീക്കറ്റ്സ്, സീക്കറ്റ്സ്, കോട്ടെക്സ് ആൻഡ് ടാനെക്സ്. സോ 4 എണ്ണത്തിൻ്റെയും കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും കോട്ടിൻ്റെയും ടാനിൻ്റെയും ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ 2021 ചോദിച്ചത് സീക്കറ്റ്സ് ആൻഡ് കൊസീക്കറ്റ്സ്. സീക്കറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനും പറഞ്ഞിട്ടുണ്ട്, കൊസീക്കറ്റ്സിൻ്റെ ഡെറിവേറ്റീവ്. ഒറ്റ ക്വസ്റ്റ്യനായിട്ടാണ് തന്നതെങ്കിലും അവിടെ 2 ക്വസ്റ്റ്യനാണ്. ഒന്ന് സീക്കറ്റ്സിൻ്റെ കാണാൻ, രണ്ടാമത്തത് കൊസീക്കറ്റ്സിൻ്റെ കാണാൻ. ഈ ഒരു ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ ഞാൻ സീക്കറ്റ്സിൻ്റെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കൊസീക്കറ്റ്സ് നിങ്ങൾ നോട്ടിൽ നോക്കുക. സെയിം വേ അടുത്തൊരു വർഷം വരുമ്പോൾ എഗെയിൻ നെക്സ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. സോ ഈ ഒരു വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊസീക്കും കൊസീക്കുമായി കോട്ടും ടാനും എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൊസീക്കും
കോട്ടും എക്സ്പെക്റ്റ് ചെയ്യാം, സിക്കും ടാനും എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഏത് രീതിയിലും ഈ ഒരു 4 ക്വസ്റ്റ്യനിൽ 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് സീക്കറ്റ്സിൻ്റെയും കൊസീക്കറ്റ്സിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. സീക്കറ്റ്സിനെ ഞാൻ ചെയ്തിട്ടുണ്ട്. സീക്കറ്റ്സിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 1/cos x. സീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 1/cos x. ഇനി ഏത് റൂൾ അപ്ലൈ ചെയ്യാം? കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x ഡിവൈഡഡ് ബൈ cos x ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 എന്തായിട്ട് മാറും? 0. ഡെറിവേറ്റീവ് ഓഫ് 1 0 ആവും. മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x എന്ത് വരും? മൈനസ് sin x ഡിവൈഡഡ് ബൈ cos x ഹോൾ സ്ക്വയറിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതും? cos x ഇൻറ്റു cos x. ഇനി ഈ ഒരു ടേം എന്തായിട്ട് മാറും? cos x ഇൻറ്റു 0 ആയിട്ട് മാറും. സോ ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതേണ്ട ആവശ്യമില്ല, ആ ഒരു cos x ഇൻറ്റു 0നെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ എങ്ങനെ കിട്ടും? ബാക്കി ഇവിടെ ഉള്ള ടേംസ് ഇതൊക്കെയാണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് sin x ഡിവൈഡഡ് ബൈ cos x ഇൻറ്റു cos x. സോ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? മൈനസ് 1/cos x ഇൻറ്റു മൈനസ് sin x ബൈ cos x. മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ്. സോ ഇനി മൈനസ് സിമ്പിൾ എഴുതണ്ട. 1/cos x എന്താണ്? സീക്കറ്റ്സ്. sin x ബൈ cos x tan x. സോ സീക്കറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടി? സീക്കറ്റ്സ് tan x. ഓക്കെ, ഇനി സെയിം വേ നമുക്ക് എന്തിൻ്റെയും ചെയ്യാം? കൊസീക്കറ്റ്സിൻ്റെ ചെയ്യാം. കൊസീക്കറ്റ്സ് വരുമ്പോൾ കൊസീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/sin x ആണ്. ആൻഡ് ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും ഡെറിവേറ്റീവ് ഓഫ് കൊസീക്കറ്റ്സ് ഈക്വൽ ടു മൈനസ് കൊസീക്കറ്റ്സ് കോട്ട് എക്സ് എന്ന് ആൻസർ കിട്ടും. സോ അത് നിങ്ങൾ നോട്ട് നോക്കുക. കൊസീക്കും സീക്കും മാത്രം പോരാ, കോട്ടും ടാനും കൂടി നോക്കി വയ്ക്കുക. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇത് അതിൻ്റെ തൊട്ടടുത്ത വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സീക്കറ്റ്സ് യൂസിങ് കോഷ്യൻ റൂൾ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചത് എത്ര മാർക്കിനാണ്? 5 മാർക്സിനാണ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ നല്ല മാർക്കിനാണ് ചോദിക്കുന്നത്. സോ ആ ഒരു 4 ഡെറിവേഷൻ പഠിക്കാം. എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് 4 sin x മൈനസ് 3 cos x. സോ 4 sin x മൈനസ് 3 cos x-ൻ്റെ ഡെറിവേറ്റീവാണ് ചോദിച്ചത്. സോ y എന്താണ്? 4 sin x മൈനസ് 3 cos x. സോ ഡെറിവേറ്റീവ് എന്ത് വരും? 4 കോൺസ്റ്റൻ്റ് ആണ്. സോ 4 ഇൻറ്റു sin x-ൻ്റെ cos x മൈനസ് 3 ഇൻറ്റു cos x-ൻ്റെത് മൈനസ് sin x. സോ ദാറ്റ് ഈസ് 4 cos x മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് 3 sin x. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നുണ്ട്. സോ നിങ്ങളതും നന്നായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് x ഈക്വൽ ടു a sec തീറ്റ ആൻഡ് y is equal to b tan തീറ്റ, ഫൈൻഡ് dy by dx. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് y is equal to a sin x plus b cos x, prove that d square y by dx square plus y is equal to 0. സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് സെക്ഷനിലാണ്? പാരാമെട്രിക് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ dy by dx കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? dy by dx ഈക്വൽ ടു dy by d തീറ്റ ബൈ dx by d തീറ്റ. നമ്മൾ നേരത്തെ പാരാമെട്രിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. സെയിം വേ ഇതും ചെയ്യാം. a കോൺസ്റ്റൻ്റ് ആണ്. സിക് തീറ്റേൻ്റെ സിക് തീറ്റ ടാൻ തീറ്റ വരും. b കോൺസ്റ്റൻറ്റ്. സോ b ഇൻറ്റു ടാൻ തീറ്റേൻ്റെ സിക് സ്ക്വയർ തീറ്റ. നിങ്ങൾ നോട്ടിൽ നോക്കുക. സിമ്പിളായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ പാരാമെട്രിക് എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. essay പാർട്ടിലും ഉണ്ട്, 3 മാർക്സിനും ഉണ്ട്. ഇനി അടുത്തത് ഏതിലായിരുന്നു? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ. ഓക്കെ, y എന്താ തന്നിട്ടുള്ളത്? a sin x പ്ലസ് b cos x. നോട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? dy by dx കണ്ടുപിടിക്കുക. d സ്ക്വയർ y by dx സ്ക്വയർ കണ്ടുപിടിക്കുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആൻസർ കണ്ടുപിടുത്താം. ഓക്കെ, ഇത് രണ്ടും ഞാൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ തന്നെ. ആൻഡ് നോട്ടിൽ സെയിം ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. സോ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് y is equal to x cos x, then prove that d square y by dx square plus y plus 2 sin x equal to 0. സോ 7 മാർക്സിന് സക്സസീവ് ഡിഫറൻസിയേഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ച് y is equal to x sin x നും ചോദിക്കാം. അപ്പോൾ എങ്ങനെ വരും? ഇഫ് y is equal to x sin x, then prove that d square y by dx square plus y is equal to
2 cos x എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം 7 മാർക്സിന്. സോ ഞാൻ ഈ എക്സ് കോസ് എക്സിനെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സുകളിലും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം. സോ y എന്താണ്? എക്സ് കോസ് എക്സ് ആണ്. സോ dy/dx എന്ത് കിട്ടും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1. സോ മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 എന്ത് കിട്ടും? കോസ് എക്സ്. സോ dy/dx ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി എന്ത് കാണണം? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ ഈ കിട്ടിയ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ മൈനസ് എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം. സോ കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എങ്ങനെ കിട്ടും? മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. സോ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും? -1. സൈൻ എക്സ് ഇൻറ്റു -1, പിന്നെ ഇവിടെ പ്ലസ് മൈനസ് സൈൻ എക്സ് ഉണ്ട്. സോ അതിന് നമുക്ക് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് സൈൻ എക്സ് ഇൻറ്റു -1 ആണ്, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. ഇതും മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് സൈൻ എക്സ് എത്രണ്ണമായി? 2 എണ്ണം. സോ നമുക്ക് എന്ത് എഴുതാം? -2 സൈൻ എക്സ് എന്ന് എഴുതാം. സോ ആൻസർ ഈസ് മൈനസ് എക്സ് കോസ് എക്സ് -2 സൈൻ എക്സ്. സോ ഈ കിട്ടിയത് എന്താ? d²y/dh² ആണ്. സോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? d²y/dh² പ്ലസ് y പ്ലസ് 2 സൈൻ എക്സ് ഈക്വൽ ടു 0. സോ ഈ കിട്ടിയ ആൻസറിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഈ ഇക്വേഷനിൽ കൊടുക്കാം. സോ d²y/dh² എന്തായിരുന്നു? -x കോസ് എക്സ് -2 സൈൻ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ എന്താണ്? ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, എക്സ് കോസ് എക്സ് ആണ്, പ്ലസ് 2 സൈൻ എക്സ് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട്. സോ 2 സൈൻ എക്സ്. ഇനി എന്ത് ചെയ്യും? -x കോസ് എക്സും പ്ലസ് എക്സ് കോസ് എക്സും കട്ട് ചെയ്ത് പോകും, -2 സൈൻ എക്സും പ്ലസ് 2 സൈൻ എക്സും കട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ ആൻസർ ഈസ് 0. സോ നിങ്ങൾ എന്തായാലും എക്സാമിന് എവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യണം? സക്സസീവ് ഡിഫറൻസിയേഷൻ എക്സ്പെക്റ്റ് ചെയ്യണം. സോ നമ്മൾ 3 മാർക്സിലും സക്സസീവ് ഡിഫറൻസിയേഷൻ കണ്ടു, 7 മാർക്സിലും കണ്ടു. സോ ടോട്ടൽ ഒരു 7 മാർക്കും 10 മാർക്കൊക്കെ ഈ ഒരു സെക്ഷനിൽ ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. സോ സക്സസീവ് ഡിഫറൻസിയേഷൻ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു കമ്പൾസറി പാർട്ടാണ്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്കുള്ളത് ചെയിൻ റൂളാണ്. 4th മൊഡ്യൂളിലെ ചെയിൻ റൂൾ എന്ന് പറഞ്ഞ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഒരു 10 ക്വസ്റ്റ്യനോ 11 ക്വസ്റ്റ്യനോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സോ ആ 11 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണം എക്സാമിന് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. പക്ഷേ അത് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ച് ലെങ്തി ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഏത് ചോദിക്കും? ഒന്നെങ്കിൽ പാരാമെട്രിക് ചോദിക്കും, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റോ സക്സസീവ് ഡിഫറൻസിയേഷനോ ചോദിക്കുന്നുണ്ട്. സോ ചെയിൻ റൂൾ ഒറ്റയ്ക്കുള്ള ക്വസ്റ്റ്യൻ കുറവാണ്. ചെയിൻ റൂൾ ഓർ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ചെയിൻ റൂൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ y is equal to x² + 1 all raised to 10 sec 5x. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? y is equal to sin log x/x. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കോഷ്യൻ റൂളാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക, ഇതെല്ലാം നോട്ടിലുണ്ട്. സോ എങ്ങനെ വരും? സോ x² + 1 all raised to 10 sec 5x ആണ് y. സോ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഈസ് x² + 1 all raised to 10 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sec 5x പ്ലസ് sec 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² + 1 all raised to 10 ദാറ്റ് ഈസ് x² + 1 all raised to 10 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sec 5x എന്താ വരിക? sec xൻ്റെ ഡെറിവേറ്റീവ് sec x tan x. അപ്പോൾ sec 5xൻ്റെ എന്ത് വരും? sec 5x tan 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 5x. സോ എക്സിന് പകരം ഇവിടെ 5x ആണ് വന്നത്. സോ ആ 5xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ sec 5x tan 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 5x. ഓക്കെ, പ്ലസ് അടുത്ത ടേം വരും പ്ലസ് sec 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² + 1
ഓൾ റൈസ് ടു 10. സോ ബ്രാക്കറ്റ് റൈസ് ടു 10 വന്നാൽ എങ്ങനെ കാണും? ഈ 10നെ നേരെ എടുത്ത് എഴുതുക. 10 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾ റൈസ് ടു 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ബ്രാക്കറ്റിലുള്ളത്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾ റൈസ് ടു 10 സീക്ക് 5x ടാൻ 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 5x എന്ത് വരും? 5. അടുത്ത ടേം എന്ത് വരും? പ്ലസ് ഇവിടെ ഒരു 10 ഉണ്ട്, 10നെ ഞാൻ ഫ്രണ്ടിലേക്ക് എഴുതി. 10 ഇൻറ്റു സീക്ക് 5x എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾ റൈസ് ടു 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇനി ഇതിനെ എഗെയിൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതണം. നോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, കമ്പൾസറി അല്ല, നിങ്ങൾ നോക്കുക. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഇത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ 4 മാർക്സ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? y ഈക്വൽ ടു സൈൻ ലോഗ് എക്സ് ബൈ എക്സ്. സെയിം മെത്തേഡാണ്. ഏത് റൂൾ അപ്ലൈ ചെയ്യണമെന്ന് മാത്രം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് നോക്കുക. ആൻഡ് ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ 1 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ല. 7 മാർക്സിൻ്റെയും 3 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഇതുവരെ നോക്കിയത്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടി നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. മോഡൽ എക്സാം നന്നായിട്ട് എഴുതാൻ നോക്കുക. പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഏത് സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് ഇതിനകത്ത് 2021-22 ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസൊക്കെ നമുക്ക് എവിടെ കാണാം? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാം. സോ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ എവിടുത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യണം. സോ അതും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. ഈ ഒരു ചാൻസ് തന്നെ നിങ്ങൾ പേപ്പർ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.